സന്തോഷവും സങ്കടമൊക്കെ കൂടി മിക്സ് ആണ്. അപ്പൊ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. കുഞ്ഞുമാവ വരും, ഞാൻ വിളിക്കാം കേട്ടോ, അച്ഛനെ വിളിച്ചു പറയാ. ശരിയെന്നാ ബാ. നമുക്ക് ലിഫ്റ്റിൽ പോയാലോ? അങ്ങനെ അനിയത്തിയുടെ ഡെലിവറി കഴിഞ്ഞുട്ടാ. അച്ഛടാ ഇത് എത്രണ്ണം ഉണ്ട്? 5 ഉടുപ്പ് നമ്മള് ഫസ്റ്റ് മേടിച്ചേക്കുന്നതാണ് കേട്ടാ. വിട്ടു വാ, വണ്ടി എടുത്തിട്ട് വേണം വാ. അപ്പൊ രാവിലെ തന്നെ, അതായത് 9:30 ആയിട്ടില്ല, ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടാ. അനിയത്തി അഡ്മിറ്റ് ആണ്. ഞങ്ങൾക്ക് കുഞ്ഞുവാവ വരാൻ വേണ്ടി പോവാണ് കേട്ടാ. ഞാനപ്പോ ഒരു വല്യമ്മയാവാൻ പോണേന്, ചെയ്തിട്ട് വല്യച്ഛനാവാൻ വേണ്ടി പോണേന് കേട്ടാ. അപ്പൊ ഭയങ്കര സന്തോഷം, അതിന്റെ കൂടെ സങ്കടമുണ്ട്. സന്തോഷവും സങ്കടമൊക്കെ കൂടി മിക്സ് ആണ്. അപ്പൊ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഞാൻ എടുക്കും. എനിക്ക് അറിയില്ല എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റും എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ അവളെ രാവിലെ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ട്. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ സേതുവണ്ണം കൂടി റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. ലച്ചുവിനൊന്ന് സ്കൂളിൽ വിട്ടിട്ടില്ല. അപ്പൊ ഇന്ന് അതൊക്കെ ആയിരിക്കും. ഞാനങ്ങനെ ഞങ്ങളെല്ലാരും വെയിറ്റിംഗ് ആണ് ഞങ്ങളുടെ ബേബീനെ കാണാനായിട്ട് കേട്ടാ. അപ്പൊ അവർക്ക് അവിടെ ചെന്നിട്ട് കാണാം. കുഞ്ഞുമാവ വരും, ഞാൻ വിളിക്കാം കേട്ടോ, അച്ഛനെ വിളിച്ചു പറയാ. ശരിയെന്നാ. ലച്ചു ഹെൽമെറ്റ് കൊടുത്തില്ലേ? എല്ലാവർക്കും പറ്റില്ല. അപ്പൊ നമ്മള് പോവാണ്. അവിടെ നിന്ന് ഞാൻ മേടിച്ചോളാം. മാമി സിംഗ എപ്പോഴാണോ അത് വരുന്നത്? 9 മണിക്ക് ഡോക്ടർ വന്നിട്ടുണ്ടാവും. 9 മണിക്ക് ഡോക്ടർ വന്നിട്ടുണ്ടാവും. അതെ, നമ്മള് ഹോസ്പിറ്റലിൽ എത്തിട്ടാ. റിനയിലാണ് കേട്ടാ, റിനൈ മെഡിസിറ്റി. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഏത് ഹോസ്പിറ്റലിലാന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വണ്ടി എടുത്ത സ്ഥലം ഉണ്ട്, അത് അപ്പുറത്തെ സ്ഥലം ഉണ്ടല്ലോ. ഇവിടെ ഫുള്ള് ചെളിപിളിയാണ്. അപ്പൊ നമ്മൾ അകത്തോട്ട് കയറാൻ പോണേ. അമ്മ ഇവിടെ എന്തായാലും ഇരിക്കുന്നുണ്ടാവും. പുതിയത് സ്റ്റക്കായത് നിങ്ങൾ കേറിക്ക. അവിടെ സ്റ്റക്കായിട്ടേക്കണേ. ലച്ചു, അതെ ലച്ചു സൈറ്റഡാണോ ചേച്ചി? ഈ ബ്ലോക്കാ ദീദി. താങ്ക് യു. അങ്ങോട്ട് പോണേന്ന് കേട്ടാ. 2nd ഫ്ലോർ ആണ് അമ്മ പറഞ്ഞായിരുന്നു. എന്നാലും ഞാനൊന്ന് ചെക്ക് ചെയ്ത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാണ്. ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഉണ്ട് ഇട്ടേക്കണത്. വേണ്ട, കൊറേ ആൾക്കാരാ ഇവിടെ. ഏത് സെക്ഷനാന്ന് നീ കയറണോ? ഇതാണോ പറഞ്ഞത് ഇതിന്റെ മുകളിൽ കയറിയാന്ന്? ലച്ചു വന്നത് ഓർമ്മ വരികയാണ് എനിക്ക്. അമ്മ അവിടെ ഇരിക്കണുണ്ട്. പാവോ. എന്തായി? നമുക്ക് റൂമിൽ സേതുവണ്ണോട് 2 മിനിറ്റ് കൂടി ഇരിക്കാൻ. ഞങ്ങളൊന്ന് റൂമിൽ പോയിട്ട് വരാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരാള് വരണമല്ല. ഞങ്ങൾ പോയിട്ട് വരാം. ഇതൊക്കെ വെക്കട്ടെ. ബാ. നമുക്ക് ലിഫ്റ്റിൽ പോയാലോ? ലിഫ്റ്റിൽ പോവാം. അമ്മ ഭയങ്കര ക്ഷീണിച്ചിരിക്കണ. വിശക്കനുണ്ടാ? നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കണേ. അതെ, കേറ്. 4 4th ഫ്ലോർ. ഇങ്ങനെ പേടിയായ എന്താ ചെയ്യാ? ലിഫ്റ്റ് വന്നാ പേടി.
എന്റെ പുതിയ ഡ്രസ് എങ്ങനെയുണ്ട് കുഞ്ഞാ വന്ന്? എന്റെ എത്രാമത്തെ പുതിയ? ഇതാണ് കേട്ടോ നമ്മുടെ റൂം. അപ്പൊ ഞങ്ങളൊന്ന് റൂമിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോവാന്നാണ് കേട്ടോ വിചാരിച്ചേക്കണത്. അമ്മയ്ക്ക് ടെൻഷൻ കാരണം ഒന്നും ചെയ്യാൻ പറ്റണില്ല. അതിന്റെ ഇടയ്ക്ക് കോളുകളും വരുന്നുണ്ട്. ലൈറ്റ് ഇട്ടോടാ. സെക്കൻഡ് ഫ്ലോറിലേക്ക് പോരെ, ലേബർ റൂമിന്റെ മുമ്പിലേക്ക് പോരെ. അയ്യോ, ഇതാണ് കേട്ടോ നമ്മുടെ റൂം. അപ്പൊ ഞാനും ഇവിടെയാണ് കേട്ടാ. എന്റെ ഡെലിവറി ഇവിടെയാണ് കേട്ടാ കഴിഞ്ഞത്. ലച്ചു ഇവിടെയാണ് ഉണ്ടായത്. ഇപ്പതേ 12 വർഷം ആവാൻ പോണു. അപ്പം ആ ഒരു ഓർമ്മയൊക്കെ എനിക്ക് ഇങ്ങനെ വരിക. ലച്ചു വന്നതും ഞാൻ ഇവിടെ കിടന്നതും അങ്ങനേതായിട്ടുള്ള കുറെ ഓർമ്മകൾ. അതും പിന്നെ ടെൻഷനും. എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ടെൻഷനും ഉണ്ട്. പിന്നെ ഒരു സന്തോഷം, ഇങ്ങനെ സങ്കടവും സന്തോഷവും കൂടി മിക്സ്. പിന്നെ നമ്മുടെ ലച്ചു ഒരു ചേച്ചി ആവാൻ വേണ്ടി പോണ അതിനുള്ള അല്ലെ, എന്താണോ വ്ലോഗ് ചെയ്യുമ്പോ സങ്കടം വരിക. അതന്നെ. വീണ്ടും പോവാണ് കേട്ടാ. ചെയ്തന്നെ ലോക്കായില്ലേ, നീ പോവാന്നാ? നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ഡിലേ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടാ. എന്തായാലും നമുക്ക് നോക്കാം. ചെയ്തോടെ ഇരിക്കുന്നത് വെച്ച് വെള്ളം ഫില്ല് ചെയ്യാൻ പോയേക്കണ കേട്ടാ. ഭയങ്കര ഇഷ്ടം വെള്ളം ഫില്ല് ചെയ്യാൻ. അടയ്ക്കാൻ പറ്റൂടി. ഏത് മാത്രം എടുത്തേക്കണത്? എന്നാ ചെയ്തടാൻ പിടിച്ചോ. ഞങ്ങളിപ്പോ വന്നിട്ട് ഒരു അരമണിക്കൂർ ആവണം കേട്ടാ അങ്ങനെ ഇരിക്കണേ. അവളാനൊരു 4 മണിയൊക്കെ ആയപ്പോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇടക്ക് വന്നിട്ട് ഉണ്ണിക്കുട്ടൻ വന്ന് അപ്ഡേഷനൊക്കെ തന്നിട്ട് പിന്നെ അകത്തോട്ട് പോയിട്ടാ. സിസ്റ്ററിന്റെ ഹസ്ബൻഡും കേറുന്നുണ്ട് കേട്ടാ ലേബർ റൂമില്. അല്ല, ദീപ ചേച്ചി വന്നിട്ട് ഇപ്പൊ എത്ര മിനിറ്റ് ആയി? 15 മിനിറ്റ്. ഞാനും ഇപ്പൊ വന്നിട്ട് 1 മണിക്കൂറിൽ കൂടുതലായിട്ടാ. ഒന്നും ആയില്ല. ഇങ്ങനെ ഞങ്ങള് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണേന്ന്. മോനെ അമ്മയുടെ പത്തല്ലേ കേട്ടാ. അങ്ങനെ അനിയത്തിയുടെ ഡെലിവറി കഴിഞ്ഞുട്ടാ. പെൺകുട്ടിയാണ്. ഞങ്ങള് കണ്ടിട്ടില്ല. ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നോർമലാണ്. ഭയങ്കര ഹാപ്പിയായി. പെട്ടെന്ന് തന്നെ ആയല്ല. അതാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പൊ ഞങ്ങൾ ഇനി ബേബിനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടാ. ചേട്ടൻ ഭയങ്കര വെയിറ്റിംഗാ. ഇങ്ങനെ എല്ലാരും ഭയങ്കര ബിസി, സന്തോഷവും. പിന്നെ എല്ലാരെയും ഫോൺ വിളിച്ച് പറയലും. കാരണം എല്ലാരും ഭയങ്കര തിരക്കിലാണ്. ഞാനും അതെ. പെട്ടെന്ന് എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. എന്ത് കിട്ടിയാണെങ്കിലും ഒന്നും പറ്റാതെ നോർമൽ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ എല്ലാരെയും വിളിച്ച് ഭയങ്കര സന്തോഷത്തിൽ എല്ലാരെയും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. എന്തായാലും അവള് സെറ്റ് ആണല്ലോ. അവള് 3 മണിക്കൂർ കഴിയും കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഞങ്ങള് വേഗം കഴിച്ച് അവിടെ ഇരിക്കാൻ പോവാണ് കേട്ടാ റൂമില്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നേക്ക. വേഗം കഴിച്ചിട്ട് ഞങ്ങക്ക് റൂമിലേക്ക് പോകണം കേട്ടോ. അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഞാൻ അവർക്ക് ബിരിയാണി കഴിക്കാന്ന്. ഇവിടുത്തെ അടിപൊളി ബിരിയാണിയാണെന്നാ പറയുന്നത്. ഞാൻ ബിരിയാണി കഴിക്കണം. ചെയ്തന്ന ഊണുണ്ട്. അച്ഛന് ഊണ്. അമ്മയ്ക്ക് എന്താ വേണ്ടത് പറ. ബിരിയാണി ഞങ്ങള് കഴിക്കാം. അമ്മയ്ക്ക് ഊണ്. ഞങ്ങളൊക്കെ ബിരിയാണി. ദീപ ചേച്ചി
ഇതൊക്കെ എപ്പ കണ്ടുപിടിച്ച്? ആദിക്കുട്ടന്റെ ബിരിയാണി എത്തി, ഞങ്ങളുടെ ബിരിയാണി വന്നിട്ടില്ല. കഴിച്ചോ, കഴിച്ചു തുടങ്ങിക്കോ. ഞങ്ങക്ക് ഫുഡ് കിട്ടിയിട്ടില്ല. ആദ്യം വന്നിട്ട് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി. ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഭയങ്കര ഗെയിം കളി അവിടെ പോരും. അപ്പൊ അവർക്ക് ഒരാൾ പോയാലും അറിയൂല. നീ ഗെയിമിൽ ഏർപ്പെട്ട് കഴിഞ്ഞാ പിന്നെ സിസ്റ്റർ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ അവളെ നോക്കിയിരിക്കണേണ് കേട്ടാ. 3 മണിക്കൂർ കഴിയുന്നല്ലേ പറഞ്ഞത്, ആയിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു അതിന്റെ ഇടയിൽ ഇവിടെ കളിക്കൊക്കെ. നമ്മുടെ റൂമിന്റെ ബാൽക്കണി. ഇപ്പൊ മഴ പെയ്തോണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അല്ലാതെ ഇത്രയും പേർക്ക് ഇങ്ങനെ ഇരിക്കുക, ടീപ്പോയി, കസേര ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഇപ്പൊ മഴ മാറി വെയിലായി. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളി. വെറുതെ നമുക്ക് ഇരിക്കണമെങ്കിലൊക്കെ സുഖമായിട്ട് ചായയൊക്കെ കുടിച്ച് ഇത്തിരി വർത്താനമൊക്കെ പറയണമെങ്കിൽ ഇത് എടുത്തത് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് അലക്കാനോ പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വിരിക്കാലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടാ ബാൽക്കണിയുള്ള റൂം എടുത്തത്. കൊള്ളാം. എന്താണെങ്കിൽ ഇവിടെ ചൂടുണ്ട് അല്ലേ ചേച്ചി? ഞങ്ങളപ്പോ ഒരു ചായ കുടിക്കാം. ഞങ്ങളെല്ലാം ചെയ്താണ് ചെറുപ്പം കുടിച്ച്. എനിക്ക് ഒരു മിഷ്യൻ ചായ വേണ്ട, സാധാരണ ചായ മതി എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടാ. പിന്നെ കുഞ്ഞിന് പാമ്പേഴ്സ് മേടിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങളപ്പോ പോവാണ്. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടന്നിട്ടാ. അധികം ടെൻഷൻ അടിക്കുക, കുറെ നേരം ഇരിക്കുക ഒന്നും വേണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അവളും ഓക്കെയാണ്. അയ്യോ, ചായ കുടിച്ച് വട കഴിച്ച് പകുതിയായപ്പോ ഓർത്ത അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പൊ അതേ ഞാൻ ഒരു ചായയും വടയും കഴിക്കാൻ വന്നേക്കാം. ചെയ്തിട്ട് എന്താ കഴിച്ചത്? കോഫി ഒന്നും വേണ്ടേ? അവര് കഴിച്ചു വെച്ച് സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചിട്ടാ. അപ്പൊ സമയം 4:30. വട ഭയങ്കര എണ്ണയിൽ ഇങ്ങനെ മുങ്ങി വന്നേക്കണം. അത്രയുണ്ട്, ഒരു കിൻഡലുണ്ട്. കഴിക്കട്ടെ കേട്ടാ. ഐസ്ക്രീം കഴിക്കണേ. ഞങ്ങളൊന്നും കഴിക്കണില്ല, കാരണം മഴയല്ലേ എന്നൊക്കെ ഓർത്തിട്ട്. ലച്ച് വെറുതെ കൊതിയിട്ട് ഇരിക്കണേന്ന് കണ്ടാ. ഇതാണ് കുഞ്ഞുമാവിടെ വെല്ലിച്ച്. ഇത് വലുതാകുമ്പോ ഇത് കാണിച്ചു കൊടുക്കാനാണേ. ഞങ്ങളവിടെ വെറുതെ കിങ്ങിൽ ഐസ്ക്രീം ഒക്കെ തിന്ന്. ഞങ്ങളുടെ ഈ കുഞ്ഞിന് പാമ്പേഴ്സ് ഒക്കെ മേടിക്കാൻ വന്നേക്കാണ് കേട്ടാ. ഹാൻഡ് വാഷ്, പിന്നെ കുഞ്ഞിന് വൈറ്റ് കുഞ്ഞുടുപ്പ് പിടിച്ചതൊക്കെ വീഡിയോ കാര്യമില്ലല്ലോ. വൈറ്റ് ഉടുപ്പ് അച്ചടാ. ഇത് എത്രണ്ണം ഉണ്ട്? 5 ഉടുപ്പ്. നമ്മള് ഫസ്റ്റ് മേടിച്ചേക്കുന്നതാണ് കേട്ടാ. മതി. ഇല്ല, അതൊക്കെ ഉണ്ട്. ഉടുപ്പ് മേടിച്ചില്ലായിരുന്നു. കാതെന്ത് മോനെ? ഇതിനെത്രയാ? 310. ഇട്ടുവാ, വണ്ടി എടുത്തിട്ട് വേണം വാ. അപ്പതേ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടാ. സമയം 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഞങ്ങളപ്പ ഇറങ്ങുകയാണ്. അമ്മയും കുഞ്ഞു സുഖമായിട്ട് കിടക്കണ്. ഇനി ഞാൻ നാളെ രാവിലെ വരും. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസ്സാരം ബൈരാഗി വരാം കേട്ടോ.
ബൈ.